എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അധികം ബഡ്ജറ്റല്ലാത്ത ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ ചെറിയ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററായിട്ടുള്ള അരിമ്പൂര് സെൻറ്ററിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട്, പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി, കാഞ്ഞാണി, ഗുരുവായൂരൊക്കെ പോകുന്ന മെയിൻ ഹൈവേ, ആ ഹൈവേയിൽ നിന്നും അരിമ്പൂര് സെൻറ്ററിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീട് പുതിയ വീടാണ്, ചെറിയ വീടാണ്. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഇനി വേണമെങ്കിൽ കോണി ഉള്ളിൽ കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് 1-2 ബെഡ്റൂമുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വീടാണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് കാര്യങ്ങൾ നിലവിലെടുത്തിട്ടില്ല. അതും ആവശ്യക്കാർക്ക് ഇപ്പോഴത്തെ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഓണർ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആവശ്യക്കാർക്ക് വീട് ഇനി വലിയ വീടാക്കി മാറ്റണമെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് ഓണർ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വീടാണ്, കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഈ പ്രദേശത്ത് സെൻറ്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നും ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീട് അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വെറും 100 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. ഈ പ്രദേശത്ത് ഈ ഏരിയയിൽ സെൻറ്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. കാലി സ്ഥലം, വെറും പറമ്പിന് വരുന്ന റേറ്റാണ് 9 ലക്ഷം രൂപ. ഈ സ്ഥലത്ത് കോമ്പൗണ്ട് വാളുണ്ട്, അതുപോലെ തന്നെ പറ്റാത്ത കിണർ, ആ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള 4 സെൻറ്റ് സ്ഥലത്തിൽ 800 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമിൻ്റെ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ്. നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ്. എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലായിട്ടുള്ള ഒരു വീടാണ്. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കമ്മ്യൂണിറ്റി ഹാള്, സ്കൂള്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂള്, ചെറിയ LP സ്കൂള്, അത്തരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളിലേക്കും വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. കപ്പൽപ്പള്ളി ഇടവകയായിട്ട് വരുന്ന പള്ളി പരിസരത്തേക്ക് 1/2 കിലോമീറ്റർ, അതുപോലെ മുസ്ലിം പള്ളി 1.5 കിലോമീറ്റർ, അമ്പലം 350 മീറ്റർ ആണ്. തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. 4 സെൻറ്റ് സ്ഥലത്തിൽ 800 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, അതുപോലെ തന്നെ ആ 2 ബെഡ്റൂമിൽ 1 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീടിനാണ് ഓണർ 48 ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ളത്. നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ്. ബസ് സർവീസ് ഉൾപ്പെടെ എല്ലാ യാത്രാ സൗകര്യങ്ങളിലേക്കും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ കാണുന്ന വീട് സ്ഥലവും. ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആവശ്യക്കാർക്ക്, ചെറിയ ഫാമിലിക്ക് ഇപ്പോൾ പുതിയ വീടായി തൽക്കാലം ഉപയോഗിക്കാം. ഇനി കൂടുതൽ ബെഡ്റൂമും കൂടുതൽ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തണമെങ്കിൽ ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് നല്ല വലിയ വീടാക്കി എടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടാണ്. ചുറ്റും 4 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പെരുമാറുന്നതിന്, ചുറ്റും പെരുമാറുന്നതിന് അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട്. ഫ്രണ്ടിൽ 1-2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വറ്റാത്ത കിണറുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടാണ്. നിലവിൽ ഈ കാണുന്ന കണ്ടീഷനാണ്. ഇനി കൂടുതൽ സൗകര്യം കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ കൂടുതൽ റൂം എടുക്കാനായാലും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ വർക്കായാലും ഒരു ബാത്റൂം വേണമെങ്കിലും എല്ലാതും ഓണർ ചെയ്തു തരാൻ തയ്യാറാണ്. അതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.